ഒരു കൊടുങ്കാറ്റിലും ആടി ഉലയില്ല എന്ന് പറയുകയാണ് ഷൊർണൂർ. ഷൊർണൂർ എന്നും ഹൃദയപക്ഷം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ 16,000-ലധികം ഭൂരിപക്ഷത്തിൽ പി മമ്മിക്കുട്ടി ഷൊർണൂർ വിജയിച്ചിരിക്കുന്നു. ഈ ആഹ്ലാദ പ്രകടനം കാണുമ്പോൾ ഇപ്പോഴും എന്നും ഈ ഷൊർണൂരിന്റെ കോട്ട പൊളിക്കാൻ മറ്റാര് വന്നാലും കഴിയില്ല എന്ന് തന്നെ. ഷൊർണൂരിന്റെ കോട്ട പൊളിക്കണമെങ്കിൽ അതിന് ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങളും സന്നാഹങ്ങളും സാമഗ്രികളൊന്നും ഉണ്ടായാൽ അത് മതിയാവില്ല. അവർ ഈ മണ്ഡലം ഉണ്ടായ കാലം മുതൽക്ക് തന്നെ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രാഷ്ട്രീയമായ കരുത്തും ഉൾക്കരുത്തും ബലവുമുള്ള ഒരു മണ്ഡലമാണ്. ആ രാഷ്ട്രീയ ഉൾക്കളത്തിൻ്റെ ഉൾക്കരുത്തിൻ്റെ പ്രകടിതമായ രൂപങ്ങളാണ് തെരഞ്ഞെടുപ്പ് പോലെയുള്ള സന്ദർഭങ്ങളിൽ അത് വോട്ടായിട്ടും അതുപോലെ തന്നെ ഭരണസമിതികളായിട്ടും അതുപോലെ തന്നെ ജനപ്രതിനിധികളായിട്ടും MLA ആയിട്ടും ഒക്കെ വരുന്നത് നടത്തും. ആ നിലയിൽ ഇതിൻ്റെ ഉൾക്കരുത്ത് വർദ്ധിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കേരളത്തിലാകെ ഇങ്ങനെയുള്ള ഒരു തരംഗം ഉണ്ടായപ്പോഴും മനസ്സിലായില്ലേ, ആ തരംഗത്തിലും ഒരു ചുക്കും സംഭവിക്കാതെ നിൽക്കാൻ വേണ്ടി കഴിഞ്ഞു പറഞ്ഞാൽ ഇതിൻ്റെ ഉൾക്കരുത്തിൻ്റെ തന്നെയാണ് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഭാഗമായി നമുക്ക് പറയാൻ കഴിയണം. ഇപ്പോൾ 2011 എലക്ഷൻ വന്നു, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് 16 വന്നു. 16 ഇടതുപക്ഷമാണ് വന്നത്, 11 അവർ വലിയ ഭൂരിപക്ഷത്തിൽ വന്നു. ആ സമയത്തൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അതിനേക്കാൾ വലിയ ഇടതുപക്ഷ വിരുദ്ധമായ ഒരു മലവെള്ളപ്പാച്ചിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ മലവെള്ളപ്പാച്ചിലിന് പോലും ഒന്നും സംഭവിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകതയാണ്. ഉരുക്കുകോട്ടയാണ്. ഉരുക്കുകോട്ട എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ അതിന് പുതിയ വല്ല വാക്കുകളുണ്ടെങ്കിൽ ആ വാക്കുകളെ നമുക്കിതിന് കൂട്ടിച്ചേർക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ കൂട്ടിയാൽ ഒന്നും കൂടില്ല, മനസ്സിലായില്ലേ. ഈ UDF-ന്റെ വാഗ്ദാനങ്ങൾ, പ്രകടന പത്രികകൾ വലിയ രീതിയിലാണ്. സ്ത്രീ സുരക്ഷ, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC-യിൽ, അത് ഒരുപാട് വാഗ്ദാനങ്ങളാണ്. ഇത് നടപ്പിലാക്കാൻ സാധിക്കും. അത് വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്ന നടപ്പാക്കാനുള്ളതല്ല എന്ന പൊതു തത്വം സ്വീകരിക്കുന്നവരാണ് UDF-കാരും വലതുപക്ഷക്കാരും. തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പലതും പറയും, അതൊന്നും നടപ്പാക്കാനുള്ളതല്ല എന്ന് പറയുന്ന ഒരു രീതി സമീപനം സ്വീകരിക്കുന്ന UDF-കാരെ സംബന്ധിച്ച് ഇത് നടപ്പാക്കാൻ കഴിയില്ല എന്നോ നടപ്പാക്കൂല എന്നോ നമ്മൾ മുൻകൂട്ടി പറയേണ്ട കാര്യമില്ല. നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള വേറെ കാര്യം. പിന്നെ മാനസികമായി അതിന് അവർക്ക് താല്പര്യം വേണ്ടേ. 45 രൂപ പെൻഷൻ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ അത് കൊടുക്കാൻ കഴിയാത്തവരാണ് അവർ, കൊടുക്കാൻ ശ്രമിക്കാത്തവരാണ്. പിന്നീടല്ലേ നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് പറയാറുണ്ട്, ആട്ടുന്ന സ്ഥലത്ത് പോയി നിന്ന് അവിടുന്ന് ഒരു കഷ്ണം പിണ്ണാക്ക് കൊടുക്കാത്ത ആട്ടുകാരൻ വീട്ടിൽ വന്നാൽ എണ്ണ തരാം എന്ന് പറയുന്ന ഒരു പഴമൊഴിയുണ്ട്. മനസ്സിലായെന്ന് അറിയില്ല അല്ലേ. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ എണ്ണ ചക്കിട്ടാട്ടുകാരും അല്ലേ, കൊപ്പര കൊണ്ടുപോയി ചക്കിലിട്ട് ആട്ടി. അപ്പൊ ഈ കുട്ടികളൊക്കെ പോയി നിൽക്കും അവിടെ. ആട്ടിൽ കഴിഞ്ഞാൽ പോയി കഴിയുന്ന സമയത്ത് കുറച്ച് പിണ്ണാക്കിന്റെ കഷ്ണം കിട്ടും എന്നുള്ളതാണ്. ഈ തേങ്ങാ പിണ്ണാക്ക് നല്ല രുചിയുള്ളതാവുമല്ലോ. അങ്ങനെ കുട്ടികൾ ഇത് കഴിയുന്നവരെ കാത്തു നിന്നു. അപ്പൊ കുട്ടികളോട് പറഞ്ഞു, ഇതൊക്കെ എണ്ണക്കതിലാക്കി പിണ്ണാക്കും ആക്കിയതിന്റെ ശേഷം ആ കാരനോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ വീട്ടിലേക്ക് വരി, നിങ്ങൾക്ക് കുറച്ച് എണ്ണ തരാം. അപ്പൊ ആട്ടുന്ന സ്ഥലത്ത് പോയി ഒരു കഷ്ണം പിണ്ണാക്ക് കൊടുക്കാത്ത ആള് വീട്ടിൽ ചെന്നാൽ എണ്ണ കൊടുക്കുമെന്ന് പറയുന്നതിനോട് തുല്യമാണ് UDF-കാരുടെ ഈ പ്രകടന പത്രികയും അതിന്റെ വാഗ്ദാനം ഒക്കെ. അത് നമുക്ക് കണ്ട് അറിയാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ഇടതുപക്ഷത്തിന്റെ വികസനമാണ് ഷൊർണൂർ, ഇടതുപക്ഷത്തിന്റെ ഉറപ്പുകൊട്ടയാണ് ഷൊർണൂർ എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ തരത്തിലായ സാരവ് ഷൊർണൂരിന്റെ വികസനമായ മനസ്സിലായിട്ടുള്ള വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച നാട്ടിലെ പ്രബുദ്ധരായ The pleasure of personal banking. Mannarkad Rural Service Sahkarana Bank.